സിപിഎമ്മിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ലെന്ന് സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലെ എം.വി. ഗോവിന്ദന്റെ പരിഹാസമാണ് സുധാകരനെ പ്രകോപിതനാക്കിയത്. 63 വർഷത്തെ പാർട്ടി അംഗത്വമുള്ള തനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി നൽകിയിട്ടില്ല. തന്റെ പിതാവിനെ വരെ ആക്ഷേപിച്ച് ഒരു എംഎൽഎ പോസ്റ്റ് ഇട്ടു. ഇതൊന്നും തിരുത്താൻ ആരുമില്ലെന്നും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സഖാവല്ല ജി സുധാകരൻ. നല്ല പക്വതയും കുറെ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം കൂടിയാലോചിച്ചാലേ പറയാൻ പറ്റൂ. പറഞ്ഞിട്ട് നമുക്ക് ഒറ്റയ്ക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത്. ഞാനത് കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു കേട്ട അഭിപ്രായം പറയാൻ പറ്റുമോ? വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സലബ്ദിനുണ്ട്. ഒപ്പം ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസുമുണ്ട്. സെയ്ഫ, ഇവിടെ കാലങ്ങളായുള്ള പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവഗണന ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ ആക്ഷേപത്തിലേക്ക്, പരിഹാസത്തിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത്. എം.വി. ഗോവിന്ദനോടക്കം ചോദിച്ചപ്പോൾ ഒരു പരിഗണനയുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. ആ പരിഹാസം അത് തന്നെയാണോ ജി സുധാകരനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചത്, പാർട്ടിക്ക് പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്? ദിവ്യ ഇപ്പോൾ സൂചിപ്പിച്ചത് ഒരു കാരണമാണ്. പക്ഷെ അത് മാത്രമാണ് കാരണമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട റീസണാണ് എന്ന കാര്യത്തിൽ സംശയമില്ല താനും. 2022 എറണാകുളം സംസ്ഥാന സമ്മേളനത്തിലാണ് 75 വയസ്സെന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ വേണ്ടി CPM നേതൃത്വം തീരുമാനിക്കുകയും ജി സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 75 വയസ്സെന്ന പ്രായപരിധി കടന്നുപോയതുകൊണ്ട് പുറത്താവുകയും ചെയ്തത്. അന്ന് മുതൽ ജി സുധാകരന് ചില അതൃപ്തികളുണ്ട്. തന്നെ പാർട്ടി അവഗണിച്ചു എന്ന് തോന്നലുണ്ട്. അന്ന് ആ പ്രശ്നം പരിഹരിച്ചത് അവിടെയുള്ള നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നം പരിഹരിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അമ്പലപ്പുഴ സീറ്റിൽ H. സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ജി സുധാകരൻ ശ്രമിച്ചു എന്ന പരാതി പാർട്ടി നേതൃത്വത്തിന് കിട്ടുകയും പാർട്ടി നേതൃത്വം അതിനൊരു കമ്മീഷൻ വെക്കുകയും ചെയ്തു. എളമരം കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി ജി സുധാകരൻ അതിന് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഒരു റിപ്പോർട്ട് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ നൽകിയിരുന്നു. അതാണ് ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് കൂടുതൽ അകലാൻ വേണ്ടി കാരണമാക്കിയത്. അന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നേരിട്ട് ഇടപെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ലിഫ് ഹൗസിൽ വെച്ച് ജി സുധാകരൻ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി കണ്ടതാണ്. അതിനുശേഷമാണ് കടുത്ത വിമർശനങ്ങളിലേക്ക് അദ്ദേഹം പോകാതിരുന്നത്. എന്നിരുന്നാലും അദ്ദേഹം ചില സമയങ്ങളിൽ കവിത എഴുതി പാർട്ടിയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ചില സമയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിലാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ദിവ്യ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഒരു പരിഗണനയും ഇല്ല എന്ന് മറുപടി പറയുകയും അത് ചിരിച്ച് കൊണ്ട് അത് തള്ളിക്കളയുകയും ചെയ്ത എം.വി. ഗോവിന്ദൻ, അത് അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അദ്ദേഹത്തെ ഈ ഇപ്പോൾ എടുത്ത ഒരു ചിന്തയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്കതിനെ കണക്കാക്കാം. അതിനൊപ്പം തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ചില അവഗണന തനിക്ക് തന്നിട്ടുണ്ട്. അത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിനെയാണ് അദ്ദേഹം ഉന്നം വയ്ക്കുന്നത്. ആർ നാസർ തന്നെ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നില്ല. അതിനൊപ്പം തന്നെ EMSന്റെ ഒരു പരിപാടി തൻ്റെ വീട്ടിൻ്റെ അയലത്ത് നടന്നിട്ട് പോലും തന്നെ അതിലേക്ക് ക്ഷണിച്ചില്ല. ഒരു LC അംഗം തൻ്റെ അച്ഛനെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ അതൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ സുഹൃത്താണ്, എന്നിട്ട് പോലും നടപടി ഉണ്ടായില്ല. അങ്ങനെ പലതരത്തിലുള്ള അവഗണനകൾ താൻ നേരിട്ടു. ഈ നേതാക്കന്മാർക്ക് താൻ ഒരു ബാധ്യതയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ജി സുധാകരൻ എത്തിച്ചേർന്നത്. ഇവിടെ ഇനി നോക്കിക്കാണേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കുമോ എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എം.വി. ഗോവിന്ദൻ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയില്ല. കാരണം എം.വി. ഗോവിന്ദനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആർ നാസറിന് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട്. ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്ന 1-2 നേതാക്കൾ, ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് കഴിയും. മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയായ M.A. ബേബിയാണ്. ആ 2 നേതാക്കന്മാർ പ്രധാനമായി ഇടപെട്ട് കഴിഞ്ഞാലാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിന് അവർ ഇറങ്ങും എന്ന് നമുക്ക് വിചാരിക്കാം. ദിവ്യ, ശരി. ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസ് കൂടിയുണ്ട്. ഫൈസൽ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ ഇനി പാർട്ടിയിൽ തുടരില്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് ജില്ലാ നേതൃത്വത്തിന് അല്ലെങ്കിൽ ആലപ്പുഴയിൽ തന്നെ എത്രത്തോളം അലയൊലികൾ പ്രതിസന്ധി ഉണ്ടാക്കും CPMനെ സംബന്ധിച്ച്? ഒരു വെല്ലുവിളിയായി ജി സുധാകരൻ മാറുമെന്ന് കരുതുന്നുണ്ടോ ജില്ലാ നേതൃത്വം? തീർച്ചയായും ദിവ്യ, അത് തന്നെയാണ്. അതായത് ആലപ്പുഴയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം, മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പാർട്ടിക്കെതിരെയുള്ള പരസ്യമായ ഈ രംഗത്ത് വരുന്ന സംഭവം
അത് വലിയ രീതിയിൽ തന്നെ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ജില്ലാ സെക്രട്ടറി ആർ നാസർ, അതുപോലെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ് ഗോവിന്ദൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായ പ്രതികരണവുമായി ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചയാണ് നടക്കുന്നത്. അതായത് ഈ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പോലും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ സ്കൂട്ടിനിറ്റി പൂരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല അതിനുശേഷമാണ് അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് മെമ്പർഷിപ്പ് എടുക്കാൻ ഒട്ടും താല്പര്യമില്ല, അത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല തനിക്ക് ഏറെ അവഗണന ഈ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് 63 വർഷം പാർട്ടിയുമായി ബന്ധമുള്ള തന്നെ കഴിഞ്ഞ 5 വർഷമായി ഒരു തരത്തിലും പരിഗണപ്പെട്ടില്ല, ഒരു പരിപാടിയിലും തന്നെ വിളിച്ചിട്ട് പോലുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നേതാക്കൾക്ക് താനൊരു ഭാരമാകാനില്ല, താൻ ഈ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇത്തരം നേതാക്കൾക്ക് താൻ ഭാരമാകാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നുള്ള കാര്യം അദ്ദേഹം പറയാതെ പറയുന്നു എന്ന് തന്നെ നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാക്കേണ്ടി വരും. ഏതായാലും ജില്ലാ സെക്രട്ടറി നാസർ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞ് അറിയിച്ചിരുന്നു നേരത്തെ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാനില്ല, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പിന്നീട് പ്രതികരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ജി സുധാകരൻ നാളെ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടും ഉണ്ട്. ശരി, എന്തായാലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഇനി എന്താണ് തന്റെ നീക്കങ്ങൾ എന്ന് സംബന്ധിച്ച് വിശദീകരിക്കാൻ ജി സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണും. അതിന് മുൻപായി CPM സംസ്ഥാന നേതൃത്വത്തിന് ജി സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നത് തന്നെയാണ് പ്രധാനം. ഫൈസൽ അസീസും സേഫ് സൈൻലബ്ദീനുമാണ് വിവരങ്ങൾ നൽകിയത്.